എവരീസ്, ഞാൻ ഓൾഡ് മാൻ റോണി. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ല, ഞാനൊരു മെക്കാനിക്കാണ്. ഞാൻ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത്. അത് എൻ്റെ സ്വന്തം വണ്ടിയിൽ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതാണ് പാർക്കിംഗ് സെൻസറിൻ്റെ സെറ്റ് വന്നിരിക്കുന്നത്. ഞാൻ ഓൺലൈൻ ആപ്പായ നമ്മുടെ ടെമുവിൽ നിന്നും 12 രൂപ സംതിങ് കൊടുത്ത് മേടിച്ചതാണ്. ഇത് പിടിപ്പിക്കുന്നൊരു ചെറിയ വീഡിയോയുമായിട്ടാണ്. എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് പിടിപ്പിക്കുന്ന വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഇതാണ് ഇതിൻ്റെ ഹോൾ ഇടാനുള്ള ബിറ്റ്. അത് നമ്മൾ ആ പാർക്കിംഗ് സെൻസർ മേടിക്കുന്ന കൂടെ തന്നെ കിട്ടുന്നുണ്ട്. ഇതുപോലെ 4 ഹോള് ബാക്കിൽ നമ്മൾ സെൻസർ വെക്കേണ്ട. അതിന് ബമ്പറിൽ നമ്മൾ 4 ഹോൾ അടിക്കുക. നമ്മളിങ്ങനെ 4 ഹോള് അടിക്കുക ആദ്യം. ഇതുപോലെ 4 ഹോള് നമ്മൾ അടിച്ചു കൊടുക്കുക. എൻ്റെ ബമ്പറൊക്കെ ഇച്ചിരി പൊട്ടിപ്പൊളിഞ്ഞതാണ്. ഇച്ചിരി പഴയ വണ്ടിയാണ്, അതിൻ്റെതാണ്. ഇച്ചിരി പൊട്ടിപ്പൊളിഞ്ഞ ബമ്പറാണ്. ഇങ്ങനെ നമ്മൾ അതിൻ്റെ 4 ഹോളിലേക്കുള്ള 4 സെൻസർ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇത് ഇടുന്നതാണ്. ഇനിയും ഇതുപോലെ അകത്തേക്ക് വയർ കയറ്റി വിടുക. അകത്തേക്ക് നമ്മൾ ബമ്പറിനുള്ളിലേക്ക് വയർ കയറ്റി വിടുക. വയർ കയറ്റി വിട്ട് ഇതൊരു ക്ലിപ്പിംഗ് ടൈപ്പാണിത്. ഇത് നമ്മൾ കയറ്റി ചെയ്തുകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അത് സെറ്റായി. അത്രയേ ഉള്ളൂ, സിമ്പിളാണിത്. ഇതുപോലെ നമ്മൾ നാലും ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ 4 സെൻസറും ബമ്പറിൽ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വയർ നമ്മൾ ഇൻസൈഡിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അടുത്ത പണി. ഇതുപോലുള്ള ചെറിയ കേബിൾ ടൈ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ വയർ കെട്ടിക്കൊടുക്കാൻ വേണ്ടി ഈ കേബിൾ ടൈ ഇട്ട് ഞാൻ കെട്ടിക്കൊടുക്കുകയാണ്. നമ്മൾ ഈ വയർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇൻസുലേഷൻ കൊടുക്കുന്നുണ്ട്. എൻ്റെ ഇപ്പം ബ്ലാക്ക് ഇൻസുലേഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ റെഡ് ആണ് കൊടുക്കുന്നത്. അതിൻ്റെ വണ്ടിയുടെ അകത്തേക്ക് ഞാൻ വയർ വലിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ എത്തി വയർ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ബസർ. ഇതാണ് ഇതിൻ്റെ സപ്ലൈ വരുന്നത്. നമ്മൾ ഈ സപ്ലൈ കൊടുക്കുവാണ്. ഞാൻ ഇതിൻ്റെ ഒരു ചെറിയൊരു പോർഷനുണ്ട് നമ്മുടെ വണ്ടിയുടെയൊക്കെ ഇങ്ങനെ സൈഡിൽ കാണും. ഇല്ലെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ലൈറ്റ്, നമ്മൾ ബാക്കിലെ ബ്രേക്ക് ലൈറ്റ് അഴിച്ചു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ റിവേഴ്സ് ഇടുമ്പോൾ, അതായത് റിവേഴ്സ് ലൈറ്റ് കത്തുമല്ലോ, ലൈറ്റിൻ്റെ പോസിറ്റീവ് വയറാണ് നമ്മൾ ഇതിൻ്റെ സപ്ലൈ ആയിട്ട് എടുക്കേണ്ടത്. ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവാണ് നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ സപ്ലൈ എടുത്തിട്ട് നമുക്കിനി കാണാം. ഇതാണ് ഞാനിപ്പം എടുത്തേക്കുന്നത്. അതായത് റിവേഴ്സ് ലൈറ്റ് ഇടുമ്പോൾ ലൈറ്റ് കത്തുമല്ലോ, ആ ലൈറ്റിൻ്റെ പോസിറ്റീവ് വയർ റെഡും ബ്ലാക്കും നമ്മൾ നെഗറ്റീവാണ് വരുന്നത്. ഞാൻ പിന്നെ ബസറും പിടിപ്പിച്ച് 2 വയർ ഞാൻ അങ്ങനെ എടുത്തു. ഇനിയും അടുത്തത് ഇതാണ് ഇതിൻ്റെ മൊഡ്യൂൾ, ഇതിൻ്റെ കൺട്രോളറായിട്ട് വരുന്നത്. നമുക്ക് കൺട്രോളിലേക്ക് സപ്ലൈ കൊടുക്കാം. ഇനി കൺട്രോളിലേക്ക് ഞാൻ സപ്ലൈ കൊടുക്കുകയാണ്. നാല് സെൻസറിൻ്റെ പോർട്ട് വരുന്നുണ്ട് അതിന്. ഇതിൻ്റെ സപ്ലൈ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ബസറിൻ്റെ ഇത് നമ്മളങ്ങനെ കൺട്രോളിൽ സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഒന്ന് റിവേഴ്സ് ഇട്ട് നോക്കാം. അടുത്ത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുവാണ്. എൻ്റെ മിക്സ്യൂഷിയാണ് ഇത്. സ്റ്റാർട്ട് ചെയ്ത് റിവേഴ്സിലേക്ക് ഇടുവാണ്. റിവേഴ്സ് ഇടുമ്പോൾ ഇതേ സൗണ്ട് കേട്ടിട്ടുണ്ട്. ഇതാണ് ഇപ്പം നമ്മൾ ബാക്ക് സെൻസർ പിടിപ്പിച്ചിട്ടുണ്ട്. ഈ റിവേഴ്സ് ലൈറ്റിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ സപ്ലൈയാണ് നമ്മൾ എടുക്കേണ്ടത്. ഇതിപ്പം അതിൻ്റെ സൗണ്ട് കേൾക്കാം. ഇതേ അതിൻ്റെ ഇപ്പം, അതായത് ഈ ഒരു കീ നോക്കാം. ഉണ്ടോ,
ഒരു മീറ്ററിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതുണ്ടോ, അവിടെ നമ്മൾ നാലും സപ്ലൈയും ചെക്ക് ചെയ്ത് നോക്കി, 4ലും നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ അങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട്, മൊഡ്യൂൾ പിടിപ്പിച്ച് കഴിഞ്ഞു. നമ്മളിനി ഇത് കറക്റ്റായിട്ട് ഇതിൻ്റെ ഈ ഏരിയയിൽ വെച്ച് നമ്മൾ അടയ്ക്കണം. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇതുകൊണ്ട് നമ്മൾ വയർ എടുത്തിരിക്കുന്നതന്നെയാണ്. ഇത് ഞാനിപ്പം ലൂപ്പ് ചെയ്ത് ഇതെന്നാണ് ഞാൻ സപ്ലൈ എടുത്തേക്കുന്നത്. അങ്ങനെ നമ്മളവിടെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഓരോ കവറൊക്കെ ഇട്ട് എല്ലാം ഒന്ന് ഫിനിഷ് ചെയ്താൽ മാത്രം മതി നമുക്ക്. ചെറിയ കവർ വരുന്നത്, കവറിങ്ങനെ ബിൽഡിങ്ങിൽ നിന്ന് എടുത്ത് വിട്ടാലേ കറക്റ്റ് സീറ്റായിരിക്കുള്ളത്. അങ്ങനെ ടൂൾ ഉപയോഗിക്കത്തില്ലെന്നൊക്കെ ചോദിക്കാം. അത് നമ്മുടെ ഓരോ എളുപ്പത്തിന് നമ്മൾ ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മുടെ ചെറിയൊരു വീഡിയോ ഇവിടെ കൊണ്ട് തീരുകയാണ്. അങ്ങനെ സെൻസർ പിടിപ്പിച്ചിട്ടുണ്ട്, അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. നേരം വീഡിയോ എടുത്തതിനകത്തൊക്കെ ഒരുപാട് പോരായ്മകളുണ്ട്. അതൊക്കെ ക്ഷമിച്ച് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും സബ്സ്ക്രൈബും ചെയ്യുക. ബൈ ബൈ.